ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്തേ കയറ് വാങ്ങാൻ പണമില്ലേ? ചത്താലും കൂറന്തായ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തേ ചൊല്ലുന്നേ? ഈ മുന്നേറ്റക്കാർ, അൽമായ മുന്നേറ്റക്കാർ ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന പള്ളികളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ജാള്യത മറയ്ക്കാൻ, വിജയിച്ചുവെന്ന് പുറത്തേക്കെങ്കിലും വരുത്തി തീർക്കാൻ, അണികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. അൽമായ മുന്നേറ്റക്കാരെ, വിമത വൈദികരെ, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻ സിനഡ് ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആ തെറ്റിദ്ധാരണ, അതായത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന തെറ്റിദ്ധാരണ മാറിയോ? ആ തെറ്റിദ്ധാരണ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏകീകൃത കുർബാന അർപ്പിക്കുന്നത്? തെറ്റിദ്ധാരണ മാറിയെങ്കിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിച്ച വീഡിയോസൊക്കെ പിൻവലിക്കണ്ടേ? അതൊരു മിനിമം മര്യാദയല്ലേ? 2, കൽദായവൽക്കരണമാണ് പുറംതിരിഞ്ഞ കുർബാന എന്നല്ലേ നിങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇപ്പോഴും കൽദായവൽക്കരണമാണ് പുറംതിരിഞ്ഞ കുർബാന. പുറംതിരിഞ്ഞ കുർബാന നിങ്ങളുടെ വാക്കാണ് കേട്ടോ, എൻ്റെ വാക്കല്ല. ഞാൻ ദൈവോന്മുഖ കുർബാന, സഭയുടെ കുർബാന എന്നൊക്കെ പറയാം. നിങ്ങൾക്കാണ് ഈ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ താല്പര്യം. ഇപ്പം നിങ്ങൾ ആ പുറംതിരിഞ്ഞ കുർബാന, നിങ്ങൾ പറഞ്ഞ കുർബാന ചൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൽദായവൽക്കരണത്തിൻ്റെ ഭാഗമാണിത് എന്ന ആരോപണം നിങ്ങൾ പിൻവലിക്കണ്ടേ? അത് പിൻവലിക്കണ്ടേ? മാത്രമല്ല, നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭ കൽദായ സുറിയാനി സഭയാണ് നിങ്ങൾ അംഗീകരിക്കുകയല്ലേ? അപ്പം നിങ്ങളുടെ പ്രചാരണ വിഭാഗം ഈ കാര്യം പ്രചരിപ്പിക്കണ്ടേ? പൗരസ്ത്യ സുറിയാനി എന്ന് പറഞ്ഞ കൽദായ ഭാഷയാണ്, നമ്മൾ പൗരസ്ത്യ സുറിയാനി ഭാഷയിലാണ് കുർബാന നമ്മുടെ രൂപം കൊണ്ടത്, നമ്മൾ ആ സുറിയാനിക്കാരാണ്, അതുകൊണ്ട് നമ്മൾ കൽദായരാണ് എന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കണ്ടേ? അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ? ഇത്ര നാളും നിങ്ങൾ ആരോപിച്ച ആ കൽദായവൽക്കരണം എന്നുള്ള നുണ, അത് നുണയായിരുന്നുവെന്നും അത് പരസ്യമായി മാപ്പ്, അതിന് നുണയാണെന്ന് അംഗീകരിക്കുകയും അതിന് മാപ്പ് പറയുകയും വേണ്ടേ? ലോകത്തോട് മുഴുവൻ മാപ്പ് പറയണ്ടേ? നിങ്ങൾ അത്രമാത്രമല്ലേ ഈ കുർബാനയെയും നമ്മുടെ സുറിയാനി സഭയെയും അപമാനിച്ചത്, ആക്ഷേപിച്ചത്? കൽദായവൽക്കരണത്തിന്റെ ഭാഗമായിരിക്കുന്ന ഏകീകൃത കുർബാന അതല്ല ഇപ്പം നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയല്ലോ. എല്ലാം ചൊല്ലിയിട്ടില്ലെങ്കിലും ചൊല്ലിത്തുടങ്ങിയല്ലോ. പിന്നെ പവിത്രമായ കുർബാനയെ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചത്? പൃഷ്ഠക്കുർബാന, ഭിത്തിക്കുർബാന, കുണ്ടിക്കുർബാന, ചുമരതൊക്കി കുർബാന, പുറംതിരിഞ്ഞ കുർബാന, പിന്നെയുണ്ട് നിങ്ങളുടെ ഭാഷ, കൊള്ളൂല്ലേ പറയാൻ. ഇപ്പോൾ അത് നിങ്ങൾ തന്നെ ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു. ഈ ചുമര് നോക്കി ഭിത്തി കുർബാന എന്ന് പറഞ്ഞ കുർബാന നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു. എല്ലാം ചൊല്ലിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പവിത്രമായ കുർബാനയെ, പരിശുദ്ധമായ കുർബാനയെ ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഇടവകക്കാരോടൊന്ന് കുമ്പസാരിക്കണ്ടേ പരസ്യമായിട്ട്? അതിൽ ലോകത്തോടൊന്ന് കുമ്പസാരിക്കണ്ടേ പരസ്യമായിട്ട്? എത്ര വർഷമായി നിങ്ങൾ ഇത് തന്നെ പറഞ്ഞ് അവമാനിച്ചുകൊണ്ടിരിക്കുന്നു? ആ വീഡിയോസൊക്കെ പിൻവലിക്കണ്ടേ? പിന്നെ ചത്താലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലുകയിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ഇല്ലേ? മധുബകയിൽ കയറി നിന്ന് ബാനർ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. കൽപ്പണിക്ക് പോയാലും, ആശാരിപ്പണിക്ക് പോയാലും, തൂമ്പാപ്പണിക്ക് പോയാലും, ഉഴാൻ പോയാലും ഞങ്ങൾ ഈ കുർബാന ചൊല്ലില്ല എന്ന് നിങ്ങൾ, ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് നിങ്ങൾ മധുബകയിൽ കയറി നിന്ന് പോലും പ്രഖ്യാപിച്ചവരാണ്. ചത്താലും ചൊല്ലില്ല, ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ല. എന്നിട്ട് എന്തേ? ആത്മഹത്യ ചെയ്യാൻ, കെട്ടിത്തൂങ്ങാൻ കയറ് വാങ്ങിക്കാൻ പൈസയില്ലേ? ബസിലിക്കയിൽ നിന്നും മാസം ലക്ഷങ്ങളാണല്ലോ അടിച്ചു മാറ്റിയത്. ആ പൈസക്ക് എവിടെ പോയി? കാഞ്ഞൂര് പള്ളിയിൽ നിന്നും കിലോ കണക്കിന് സ്വർണ്ണമാണല്ലോ അടിച്ചു മാറ്റിയത്. അതിന് കുറച്ച് പൈസ മാറ്റി വയ്ക്കായിരുന്നില്ലേ കയറ് വാങ്ങിക്കാൻ, കെട്ടിത്തൂങ്ങാനായിട്ട്? നിങ്ങൾ പറഞ്ഞതിന് ആരെങ്കിലും വിശ്വസിക്കുമോ? തരത്തിന് തരം വാക്ക് മാറ്റി പറയുകയാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവം. വാക്കിന് വ്യവസ്ഥയില്ലാത്തവർ, അതിന് നാട്ടിൽ വിളിക്കുന്ന പേരൊക്കെ നിങ്ങൾക്കറിയില്ലേ? വാക്ക് പാലിക്കാത്തവരും വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെയും. പിന്നെ ബൈബിളിൻ്റെ വീക്ഷണം അനുസരിച്ച് കർത്താവിനെ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി, 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്മാരുടെ അന്ത്യം എന്താണ്? അത്തിമരത്തിൽ കെട്ടിത്തൂങ്ങുക. ഭൗതിക നേട്ടത്തിന് വേണ്ടി, കാശിന് വേണ്ടി യൂദാസിനെ പോലെ കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നവർക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭാഗധേയം, വിധി അത്തിമരത്തിൽ കെട്ടിത്തൂങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട്
കെട്ടിത്തൂങ്ങാനുള്ള അത്തിമരവും കയറും തയ്യാറാക്കി നിർത്തിയിരിക്കുക. ചത്താലും ചൊല്ലില്ല, ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ല, കെട്ടിത്തൂങ്ങിയാലും ചൊല്ലില്ല എന്ന് പറഞ്ഞ ആ കുർബാനയാണ് ഇപ്പോൾ നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.